ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ. ഓപ്പറേഷൻ സിന്ദൂർ ആധുനിക യുദ്ധരീതിയായിരുന്നുവെന്നും സംയുക്ത സേനാ മേധാവി വ്യക്തമാക്കി. സുദർശന ചക്ര ഭാരതത്തിന്റെ വാളും പരിചയമാണ്. മിസൈലുകളും ലേസറുകളും പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് സുദർശന ചക്ര സജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. All assembled here to discuss about Operation Sindoor. Well, let me clarify this. Operation Sindoor was a modern conflict from which we learned a number of lessons, and most of them are under implementation. Some have been implemented. The operation is still on. Sudarshan Chakra, India's own Iron Dome or Golden Dome. The Honorable Prime Minister had made a mention of this on 15th of August when he spoke about Sudarshan Chakra. That will enhance India's strategic defense, and he said that he expects it to be rolled out by 2035. Over here, I think the aim is to develop a readiness system to protect India's strategic, civilian and nationally important sites, and it will act both. Yes, ജിഷ്ണു കൃഷ്ണൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉൾപ്പെടെയുള്ള ഭാരതത്തിന്റെ ദേശീയ നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, അത് ഭീകരതയ്ക്കും പ്രത്യേകിച്ച് പാകിസ്ഥാൻ കയറ്റിവിടുന്ന അതിർത്തിയിലൂടെ നടക്കുന്ന നിഴൽ യുദ്ധത്തിനുമുള്ള താക്കീതാണ്. അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ വരുന്ന ആളുകളിൽ ഉണ്ടാകുമെന്ന സന്ദേശം പാർലമെന്റിൽ ഉൾപ്പെടെ നൽകിയിരുന്നു. ഇപ്പോൾ സംയുക്ത സേനാ മേധാവി കൂടി ഇക്കാര്യം അടിവരയിട്ട് പറയുകയാണല്ലോ ജിഷ്ണു. െതിരെ ഭാരതം ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല, അതൊരു തുടർ പ്രക്രിയയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രിയും രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളും വ്യക്തമാക്കിയിരുന്നു. അത് പാർലമെന്റിലും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ സംയുക്ത സേനാ മേധാവിയും ഓപ്പറേഷൻ സിന്ദൂർ അതൊരു ആധുനിക യുദ്ധ രീതിയാണെന്നും ഭീകരതയ്ക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്നുള്ളതാണ് സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മേഖലയിൽ പ്രഖ്യാപിച്ച സുദർശന ചക്ര എന്ന സംവിധാനം, അത് രാജ്യത്തിന്റെ വാളും പരിചയമായി പ്രവർത്തിക്കും. അതായത് പ്രതിരോധ സംവിധാനമായും ആവശ്യമെങ്കിൽ പ്രത്യാക്രമണ സംവിധാനമായും സുദർശന ചക്ര പ്രതിരോധിക്കും. ശത്രുക്കളുടെ വ്യോമമാർഗമുള്ള എല്ലാ നീക്കങ്ങളും കണ്ടെത്തുന്നതിനും പിന്തുടരാനും അവ ഇല്ലാതാക്കാനും സുദർശന ചക്രത്തിന് സാധിക്കും. കൂടാതെ മിസൈൽ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യാക്രമണം നടത്താനും സുദർശന ചക്രയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് അനിൽ ചൗഹാൻ ചൂണ്ടിക്കാട്ടിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത്, ഭാരതം സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ്, എന്നാൽ അഹിംസാവാദികളല്ല. അതായത് പ്രകോപനമുണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും. അനാവശ്യ പ്രശ്നങ്ങളിലേക്ക് പോകാതെ സമാധാനമാണ് ഭാരതം ആഗ്രഹിക്കുന്നത്. കൂടാതെ ശക്തിയുള്ള ഒരു രാജ്യത്തിന് മാത്രമേ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളാനാകൂ എന്ന കാര്യവും രാജ്യത്തിന്റെ സംയുക്ത സേനാ മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. ഗൗതം.